ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഹ്യുണ്ടായുടെ ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ക്രെട്ടയായിട്ടാണ്. ക്രെട്ട എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ എസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് ഈ കിടക്കുന്നത്. ഡീസൽ വെഹിക്കിളാണ്. അതിൻ്റെ അബീസ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് ഈ കാണുന്നത്. 1790 mm വിഡ്ത്തോടു കൂടിയ മുൻഭാഗത്ത് നമുക്ക് കാണാം ഹൊറിസോൺ LED പൊസിഷനിങ് ലാമ്പ് ആൻഡ് DRLs അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു പാരാമെട്രിക് ഡാർക്ക് ക്രോം റേഡിയേറ്റർ ഗ്രില്ലാണ് ക്രെട്ട എസ് ഓപ്ഷനിൽ വരുന്നത്. ഒരു ഫ്ലാറ്റ് സിൽവർ ടൈപ്പ് ഹ്യുണ്ടായി ലോഗോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DRLനോട് ചേർന്ന് തന്നെ ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ അതാത് സൈഡിലെ മിററിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ക്വാഡ് ബീം LED ഹെഡ് ലാംപ്സ് ആണ് ക്രെട്ട എസ് ഓപ്ഷനിൽ വരുന്നത്. ക്രെട്ട എസ് ഓപ്ഷൻ തൊട്ട് മേലേക്ക് വരുന്ന എല്ലാ വേരിയൻസിലും ഈ സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കാണാം വൈറ്റ് കളർ ലൈറ്റാണ് വരുന്നത്. നൈറ്റിലൊക്കെ നല്ല പ്രകാശം തരുന്ന ഒരു നല്ല പവറുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്കിഡ് പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു SUV ഫീലും ആ ഒരു ആംബിയൻസും വെഹിക്കിളിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ സ്കിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഹുഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു മസ്കുലർ ലുക്ക് കിട്ടാനായിട്ട് ഒരു 4 ക്യാരക്ടർ ലൈൻസും ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രെട്ടയുടെ ഐഡൻറ്റിറ്റി ആയ ഒരു മസ്കുലർ ലുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ വരുന്ന 4 ക്യാരക്ടർ ലൈൻസ്. ഇതാണ് ക്രെട്ട എസ് ഓപ്ഷൻ വേരിയൻറ്റിൻ്റെ സൈഡ് വ്യൂ വരുന്നത്. നമുക്കറിയാം എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ ബ്ലാക്ക് കളർ അലോയ് വീൽസാണ് വരുന്നത്. എന്നാൽ ഫുൾ ഓപ്ഷനിലേതുപോലെ തന്നെ 17 ഇഞ്ചാണ് സൈസ് വരുന്നത്. ടയർ സൈസും 17 ഇഞ്ചാണ് വരുന്നത്. ക്രെട്ട എല്ലാ വേരിയൻസിലും ഇപ്പോൾ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. 4 വീലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. സെയിം തന്നെ നമുക്ക് എസ് ഓപ്ഷൻ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. സൈഡ് നമുക്ക് നോക്കുമ്പോൾ ഓവറോൾ ലെങ്ത്ത് വരുന്ന 4330 mm ലെങ്ത്തും 2610 mm വീൽ ബേസും അവൈലബിൾ ആണ്. ഇതാണ് അലോയ് വീൽസ് വരുന്നത്. അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് നമുക്ക് നോക്കാം. ഒരു ഫുൾ ബ്ലാക്ക് അലോയ് വീൽസാണ് എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ സൈസും നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റ് കാണാം. 215 60 R17 ടയേഴ്സാണ് എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ബാഡ്ജിങ് വെഹിക്കിളിൻ്റെ സൈഡിൽ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഡോർ ഹാൻഡിൽ തന്നെ റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ കീ സ്ലോട്ടും ഡ്രൈവർ സൈഡ് ഡോർ ഹാൻഡിലിൽ കൊടുത്തിട്ടുണ്ട്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിലാണ് വരുന്നത്. 4 ഡോർ ഹാൻഡിലും ബോഡി കളർ തന്നെയാണ് വരുന്നത് എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ. റിയർ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറോട് കൂടിയ റിയർ സീറ്റാണ് വരുന്നത്. അതും 2 സ്റ്റെപ്പ് റിക്ലൈനിങ് ഓപ്ഷനുള്ള സീറ്റാണ് വരുന്നത്. നമ്മൾ മറ്റു വണ്ടികളിൽ കണ്ടതുപോലെ തന്നെ 2 പൊസിഷനിൽ സീറ്റിൻ്റെ റിക്ലൈനിങ് അല്ലെങ്കിൽ ചാര് എന്ന് നമ്മൾ പറയും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു പൊസിഷൻ കുറച്ച് നിവർന്നിരുന്ന് ട്രാവൽ ചെയ്യണമെന്നുള്ളവർക്കായിട്ട്, കുറച്ചുകൂടെ ചാരി ഇരുന്ന് ട്രാവൽ ചെയ്യണമെന്നുള്ളവർക്കായിട്ട് ഇങ്ങനെ ഒരു കുറച്ചുകൂടെ ചാരി കിടന്ന് പോകാൻ പറ്റുന്ന ഒരു പൊസിഷൻ. 2 പൊസിഷനിൽ നമുക്ക് റിയർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് റിയർ സീറ്റ് 60:40 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റാണ്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. 3 പേര് ട്രാവൽ ചെയ്യാനൊക്കെ കൊണ്ട് അഡീഷണൽ ലഗേജ് സ്പേസും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് മറ്റ് 2 സീറ്റിൽ ആളെ ഇരുത്തി നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. അതുപോലെ തന്നെ പുറകിലേക്കുള്ള പാസഞ്ചേഴ്സിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിയർ AC വെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഫോൺ അറ്റ് എ ടൈം ചാർജ് ചെയ്യാം. അതിൽ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടൊരു ഒരു സ്പേസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡോർ പാഡിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത്. ഡോർ സൈഡിൽ തന്നെ നമുക്ക് പവർ വിൻഡോയുടെ കൺട്രോൾസ് ഉണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു മെറ്റൽ ഫിനിഷ്, സിൽവർ കളറിലെ മെറ്റൽ ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടെമ്പറേച്ചറുള്ള ഈ ചൂട് കാലത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ സൈഡ് കർട്ടൻ. നമുക്ക് അറിയാം, നമ്മുടെ ഗ്ലാസ് ടിൻറ്റ് ചെയ്യുന്നതിന്, ഫിലിം ഒട്ടിക്കുന്നതിനൊക്കെയുള്ള ലിമിറ്റേഷൻസ്. അതിൽ ഇതുപോലുള്ള കർട്ടൻസ് ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നത് നല്ലൊരു കൺവീനിയൻറ്റ് ഫീച്ചറാണ്.
റിയർ പാസഞ്ചേഴ്സിന് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഡ്യൂ ടു സെക്യൂരിറ്റി സേഫ്റ്റി റീസൺസ്. എന്നിരുന്നാലും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ടാണ് നമുക്ക് ക്രെറ്റയിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ക്രെറ്റ എസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിൻ്റെ റിയർ സൈഡാണ് നമ്മൾ കാണുന്നത്. റിയറിലും ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹ്യുണ്ടായി. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ ലോഗോ, ലോഗോ ഈ ഒരു ഗ്ലാസ് ഫ്രെയിമിന് ഉള്ളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും കാണാൻ വളരെ ഭംഗിയുള്ളൊരു പ്രീമിയം ഫീൽ കൊടുക്കുന്നൊരു സംഭവമാണ്. നല്ലൊരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നി പഴയ ക്രെറ്റയിൽ നിന്ന് പുതിയ ക്രെറ്റയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ. ഇൻഡിക്കേറ്റേഴ്സ് കാണാം, രണ്ട് സൈഡിലും 3 സ്പ്ലിറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഹയർ എൻഡ് ഓപ്ഷനിൽ അതൊരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. നമ്മൾ ഓഡി, BMW പോലുള്ള വണ്ടിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്, അത് ഇതിലും നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, നല്ല ഹൈറ്റുള്ള വണ്ടികളിൽ വരുന്നവർക്ക് പോലും നമ്മുടെ വെഹിക്കിളിൻ്റെ ബ്രേക്കിങ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ബോട്ടം സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ റിയറിലും ഒരു സിൽവർ ഫിനിഷ്ഡ് സ്കിഡ് പ്ലേറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ആ ഒരു വെഹിക്കിളിൻ്റെ SUV ഫീൽ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നൊരു സംഭവമാണത്, ഫീച്ചറാണത്. അതുപോലെ തന്നെ അവിടെ ലൈറ്റ് ഉണ്ടോ, റിവേഴ്സ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഈസി ആയിട്ട് ഇവിടുന്ന് തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ലിഡാണ്. ഇതാണ് വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമായൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് വരുന്നത്. 433 ലിറ്റർ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരു ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ നമ്മൾ ലഗേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെഹിക്കിളിൽ നിന്ന് അൺലോഡ് ചെയ്യാൻ നേരത്ത് നല്ലൊരു ഇല്യൂമിനേഷൻ, നല്ലൊരു എളുപ്പം ആക്കുന്നൊരു ഫീച്ചറാണത്. ഒരു പാഴ്സൽ ട്രേ അവൈലബിൾ ആണ്. ഒത്തിരി വെയിറ്റ് ഇല്ലാത്ത സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാഴ്സൽ ട്രേയിൽ വെക്കാം. അത്യാവശ്യം ഒത്തിരി വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞൊരു 5 കിലോ ബിലോ വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാം. പലരും ബൊമ്മ, ഡോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ യൂസ് ചെയ്യാറുണ്ട് പാഴ്സൽ ട്രേ. പിന്നെ പാഴ്സൽ ട്രേയുടെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് കേട്ട് ശീലിച്ചൊരു സംഭവമാണ്, AC-യുടെ ആ ഒരു കൂളിങ് വെറുതെ ബൂട്ട് ലിഡിലോട്ടും പോയി വേസ്റ്റ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും പാഴ്സൽ ട്രേ ഉള്ള വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്രെറ്റയുടെയൊക്കെ ആണെങ്കിലും ലോവർ വേരിയൻസിൽ പാഴ്സൽ ട്രേ വരുന്നില്ല. അത് അഡീഷണൽ ആക്സസറി ആയിട്ട് ഡീലർഷിപ്പിൽ പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആണ്. റിയർ സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഈ കാണുന്ന വൈപ്പർ ആൻഡ് വാഷർ. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ റിയർ ഗ്ലാസ്സിൽ ഡീഫോഗേഴ്സും അവൈലബിൾ ആണ്. അറിയാം, ഡീഫോഗറിൻ്റെ യൂസ് എല്ലാം മുൻപ് ചെയ്ത വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സിൽവർ റൂഫ് റെയിൽസും അവൈലബിൾ ആണ്. വെഹിക്കിളിൻ്റെ ബോഡിയോട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് റൂഫ് റെയിൽസ് ആണ്. അതുപോലെ തന്നെ സൈഡിൽ ഈ ഒരു ക്രെറ്റയുടെ പണ്ട് തൊട്ടേ കാണുന്ന ആ ഒരു സി പില്ലറിൽ നിന്ന് മുന്നോട്ട് ഒഴുകി വരുന്ന ആ ഒരു സിൽവർ പാനലും നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഡ്രൈവർ ഡോറിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. അതിലേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡർ, ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഡോറിൽ കാണാം. അതുകൂടാതെ തന്നെ ഡോർ സൈഡിൽ നോർമലി വരുന്ന എല്ലാ കൺട്രോൾസും തന്നെ എസ് ഓപ്ഷൻ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഒരു സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ മിററിൻ്റെ കൺട്രോൾസ്, മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, സെൻട്രൽ ലോക്ക്, അൺലോക്ക്, 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, റിയർ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇത്രയും ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ഡോർ സൈഡിൽ. അതുപോലെ തന്നെ ക്രെറ്റയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് നമ്മൾ ഈ റണ്ണിങ് ബോർഡിൽ ഇതുപോലൊരു ഫൈബർ പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ വെഹിക്കിളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മുടെ കാല് അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ടിട്ട് എപ്പോഴും സ്ക്രാച്ച് വരുന്നൊരു ഭാഗമാണിത്. നമ്മൾ അതിന് അഡീഷണൽ ആയിട്ട് സ്കഫ് പ്ലേറ്റ് ഒക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൽ ക്രെറ്റയിൽ എല്ലാ ഡോറിൻ്റെയും ഈ റണ്ണിങ് ബോർഡിൽ ഇതുപോലൊരു ഫൈബർ പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെഹിക്കിള് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. അതിൻ്റെ സ്വിച്ചാണിത്. അതുകൂടാതെ ഈ കാണുന്നത് ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ. നമ്മൾ വെഹിക്കിള് ഓടി വന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ട്രാഫിക്കിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി
വെഹിക്കിൾ സ്റ്റോപ്പ് ആകുമ്പോൾ ഇഗ്നിഷൻ താനേ ഓഫ് ആവും. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലേറ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇഗ്നിഷൻ താനേ ഓണാവും. ഇനി അതല്ല മാനുവൽ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പ്രസ് ചെയ്താൽ ഇഗ്നിഷൻ ഓണാവും. നെക്സ്റ്റ് വരുന്ന ട്രാക്ഷൻ്റെ ആണ്. ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്ത് ഹെഡ്ലൈറ്റ് ലെവലേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിന് മെയിനായിട്ട് 3 രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 റിക്ലൈനിങ് ഓപ്ഷൻ, 2 ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ നോർമൽ വെഹിക്കിളിനെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് പോലെ തന്നെ ഡ്രൈവർ സീറ്റ് ടു ആൻഡ് ഫ്രോ മുൻപോട്ടും പുറകോട്ടും നീക്കാനുള്ള ഓപ്ഷനും കൺട്രോൾസും അവൈലബിൾ ആണ്. സ്റ്റിയറിങ്ങിനും നമുക്ക് മെയിനായിട്ട് 2 കൺട്രോൾസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിങ് നമുക്ക് നോർമൽ വെഹിക്കിൾ ഉള്ളതുപോലെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ടെലിസ്കോപ്പിക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് വെഹിക്കിളിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ വരുന്നത്. ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെയും കൺട്രോൾസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. കൂടാതെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും നമുക്ക് ഈ വെഹിക്കിളിൽ അവൈലബിൾ ആണ്. നമ്മുടെ എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ സ്റ്റിയറിങ് ലെതർ റാപ്പ് അല്ല വരുന്നത്. എന്നാൽ നമ്മുടെ ഡീലർഷിപ്പുകളിലെല്ലാം തന്നെ, ഹ്യുണ്ടായുടെ ഡീലർഷിപ്പുകളിലെല്ലാം തന്നെ അത് സ്റ്റിയറിംഗ് ലെതർ ചെയ്യാനുള്ള, സ്റ്റിയറിംഗ് റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു 8 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ക്രെട്ട എസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് കാണാം എല്ലാവിധ ഇൻഫർമേഷൻസും നമുക്കിതിൽ വെഹിക്കിൾ കാണിച്ചു തരുന്നതാണ്. ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ, സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഇൻഡിക്കേഷൻ, ഇത് ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതിൻ്റെ ഇൻഡിക്കേഷൻ, ഹെഡ്ലൈറ്റ്, ഡിസ്റ്റൻസ് ടു എംറ്റി, നിലവിൽ ഏത് ഗിയറിലാണെന്നുള്ളതിൻ്റെ, ഇതാണ് ഡിസ്റ്റൻസ് ടു എംറ്റി, ഇതാണ് ഏത് ഗിയറിലാണെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ, കറണ്ട് RPM, വെഹിക്കിൾ ഡീസൽ ആയതുകൊണ്ട് അതിൻ്റെ യൂറിയ ലെവൽ, സ്പീഡ്, ടെമ്പറേച്ചർ, കിലോമീറ്റർ ടെമ്പറേച്ചർ, പിന്നെ ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ഓൺ ആണെന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഞാനത് ഓഫാക്കിയപ്പോൾ അത് പോവുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ഓൺ ആക്കിയപ്പോൾ ആ ഇൻഡിക്കേഷൻ വന്നു. നമ്മുടെ വെഹിക്കിളിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി, ഹെഡ്ലൈറ്റ്, വൈപ്പർ, അങ്ങനെ എന്ത് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അതിൻ്റെ ഇൻഫർമേഷൻ കാണിച്ചു തരും. ഇപ്പോൾ നിലവിൽ ഹെഡ്ലൈറ്റ് ഓഫാണ്, ഞാനത് ഓട്ടോ മോഡിലിട്ടു, പാർക്കിലിട്ടു, ഹെഡ്ലൈറ്റ് ഓണാക്കി, ബ്രൈറ്റ് ഓണാക്കി. ഇതെല്ലാം നമുക്ക് ഒരു ഇൻഡിക്കേഷനായിട്ട് നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെ അറിയാൻ സാധിക്കും. അതുകൂടാതെ തന്നെ വൈപ്പർ ഓഫായിരുന്നു, അത് ഇൻ്റർമിറ്റൻറ്റ് മോഡിലിട്ടു. ഇൻ്റർമിറ്റൻറ്റ് മോഡിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ വൈപ്പർ സ്പീഡ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വൈപ്പറിൻ്റെ ടഗിൾ സ്വിച്ചിൽ ഇതുപോലൊരു സ്വിച്ച് കാണും. അത് വെച്ചിട്ട് നമുക്ക് ഈ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് മാനുവലി. അതിന് പുറമെ സാധാരണ നോർമൽ വെഹിക്കിളുള്ളതുപോലെ ലോ, ഹൈ അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി ഈ വെഹിക്കിളിൻ്റെ വാഷർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് വാഷറിനായിട്ട് ഈ നോബ് അകത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വാഷർ വർക്കാവുന്നതാണ്. റിയർ വാഷർ അല്ലെങ്കിൽ റിയർ വൈപ്പറിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടും ഒരുമിച്ച് കാണിക്കാം. ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലോ സ്പീഡിൽ റിയർ വൈപ്പർ നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്, ലോ, ഹൈ. അതിൽ വാഷർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നേരെ തിരിച്ച് നമുക്ക് വെഹിക്കിളിൻ്റെ മിററിലൂടെ കാണാം വെള്ളം വരുന്നത്. ഇതാണ് വെഹിക്കിളിൻ്റെ മെയിനായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ഒരു 8 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ക്രെട്ട എസ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ മെയിൻ ഫങ്ഷനിങ് കീസ് എല്ലാം 2 സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെയിം ഫങ്ഷൻസ് എല്ലാം നമുക്ക് ടച്ച് സ്ക്രീനിൽ നിന്നും ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. ടച്ച് സ്ക്രീനിൽ മെയിനായിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ് ഫോൺ പ്രൊജക്ഷൻ, വോയിസ് മെമ്മോ, റേഡിയോ, മീഡിയ, DRVM എന്നുദ്ദേശിക്കുന്നത് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്ററാണ്. അത് നമുക്ക് റണ്ണിങ് ടൈമിൽ റിയർ വ്യൂ ഓൺ ആക്കി ഇടാനായിട്ട് സാധിക്കും. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണിങ് ടൈമിൽ നമുക്ക് റിയർ ക്യാമറ എന്നുള്ള വ്യൂ ഈ ഡിസ്പ്ലേയിൽ കാട്ടിക്കൊണ്ടേയിരിക്കും.
ക്വയറ്റ് മോഡ് സെറ്റിങ്സ്. ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു ഫീച്ചറാണ്. അതായത് സൗണ്ട് ഈസ് പ്രൊവൈഡഡ് ഓൺലി ടു ദ ഫ്രണ്ട് സീറ്റ്സ്, വോളിയം ഈസ് ലിമിറ്റഡ് ടു ദ ഫാക്ടറി സെറ്റ് ക്വയറ്റ് ലെവൽ. കുട്ടികളൊക്കെ പുറകിൽ കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ശല്യപ്പെടുത്താതെ മ്യൂസിക്കോ പാട്ടോ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് രണ്ട് ഡ്രൈവറുടെ സൈഡിലെ സ്പീക്കേഴ്സിലോട്ട് നമ്മുടെ വെഹിക്കിളിൻ്റെ സൗണ്ട് ലിമിറ്റഡ് ആവുന്നതാണ്. പുറകിലെ സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരത്തില്ല. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോൾസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഒരിടത്ത് 26.5 എന്നൊരു ടെമ്പറേച്ചറും മറ്റൊരിടത്ത് 21 ഡിഗ്രി എന്നൊരു ടെമ്പറേച്ചറും കൊടുത്തിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെഹിക്കിളിൽ ഡ്യുവൽ സോൺ FATC എന്ന് പറയുന്ന ഫീച്ചറാണ് വരുന്നത്. ഡ്യുവൽ സോൺ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്, 2 സോണായിട്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ സൈഡിലായിട്ട് ഇപ്പോൾ 21 ഡിഗ്രി സെൽഷ്യസിലാണ് AC കിടക്കുന്നത്. ഡ്രൈവർ സൈഡിലായിട്ട് 26.5 ഡിഗ്രി സെൽഷ്യസിൽ. അത് നമ്മൾ വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുമ്പോൾ അറിയാം, ചിലപ്പോൾ നമ്മുടെ ഒപ്പം വരുന്ന ആൾക്ക് കോൾഡോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കോൾഡോ ഫീവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് വേണമെങ്കിൽ AC കുറച്ചിടാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയിടാം. അപ്പോൾ അങ്ങനെ എന്നാൽ മറ്റൊരാളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടെമ്പറേച്ചറിൻ്റെ അത് ACയുടെ ഒരു കംഫർട്ട് സാക്രിഫൈസ് ചെയ്യുകയും വേണ്ട. ആ ഒരു രീതിയിൽ നമുക്ക് AC അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കൺവീനിയൻസ് ഫീച്ചറായിട്ട് ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്തൊരു ഫീച്ചറാണിത്. ക്രെറ്റയുടെ ഇതിന് മേലേക്കുള്ള എല്ലാ വേരിയൻറ്റിലും ഈ ഫീച്ചർ അവൈലബിൾ ആണ്. വെഹിക്കിളിൻ്റെ ഗിയർ നോബാണ് ഈ കാണുന്നത്. അതിൽ നമുക്കറിയാം ഇൻഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അങ്ങനെ ഞാനിപ്പോൾ ഓരോ ഗിയറിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഇൻഡിക്കേഷൻ, ആ ലൈറ്റ് നമുക്ക് ഓണാവുന്ന കാണാം. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അതിനുശേഷം നമുക്കിത് മാനുവലി വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത്. അതിന് ഇപ്പോൾ ഡ്രൈവിൽ കിടക്കുന്നത് നേരെ വലത്തോട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വെച്ചിട്ട് 2, 3 അങ്ങനെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാനായിട്ട് സാധിക്കും. അത് മാനുവൽ മോഡിലോട്ട് മാറുമ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ഗിയർ മാനുവലായതിൻ്റെ ഇൻഡിക്കേഷൻ പറ്റും. നമുക്ക് ഡ്രൈവ് എന്നുള്ള മാറിയിട്ട് 1 കാണിക്കും, ഗിയറിൻ്റെ ആണ്. അപ്പോൾ പ്ലസ്, സെക്കൻഡ് അങ്ങനെ നമുക്ക് മാറുന്ന കാണാം. വീണ്ടും ഓട്ടോ മോഡിലോട്ട് മാറാനായിട്ട് ഗിയർ നോബ് ഇടത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഈ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. മെയിനായിട്ടത് റിവേഴ്സിലോട്ട് ഇടാനായിട്ടാണത് പ്രസ് ചെയ്യേണ്ട ആവശ്യം. റിവേഴ്സിലിടുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ റിവേഴ്സ് ക്യാമറ ഓൺ ആവുന്ന കാണാം. ആ റിവേഴ്സ് ക്യാമറയിൽ ഒരു ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ച് ആ ഗൈഡ് ലൈൻസ് ടേൺ ചെയ്യും. അതായത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ നിലവിലെ പൊസിഷൻ വെച്ച് വണ്ടി റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ പോകുന്നുള്ളതാണ് ആ ഗൈഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെല്ലോ കളർ ഗൈഡ് ലൈനാണത്. മറ്റേ ബ്ലൂ കളർ ഗൈഡ് ലൈൻ വണ്ടിയുടെ സ്ട്രൈറ്റ് പൊസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഗൈഡ് ലൈനിൽ തന്നെ 3 ക്രോസ് ലൈൻസ് കാണാം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അത് വെച്ച് നമുക്ക് നമ്മുടെ റിയറിലുള്ള ഒബ്സ്റ്റാക്കിളിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ലൈനും ക്രോസ് ചെയ്യുമ്പോൾ, ഒബ്സ്റ്റാക്കിൾ ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇൻഡിക്കേഷൻ വെഹിക്കിളിൽ സൗണ്ടായിട്ട് തരും. ഫസ്റ്റ് ഗൈഡ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ചെറിയൊരു ബീപ്പ് സൗണ്ട് ആയിരിക്കും. അത് സെക്കൻഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടും. റെഡിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ സെയിം ടൈം തന്നെ ഇവിടെയും അതിൻ്റേതായ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഇൻഡിക്കേഷൻ. നമ്മുടെ ഗിയർ നോബ് വരുന്ന സെൻട്രൽ കൺസോളിൽ വരുന്ന മറ്റു 2 ഫീച്ചേഴ്സാണ് ഈ കാണുന്നത്. ഒന്ന് പാർക്ക്, അത് നമ്മുടെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് നോർമൽ വെഹിക്കിളിനുള്ളതുപോലെ അതിന് പകരമായിട്ട് നമുക്കൊരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് മുകളിലോട്ടൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എനേബിൾ ആകുമ്പോൾ തന്നെ ക്ലസ്റ്ററിൽ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേഷനും ഓൺ ആവുന്നതാണ്. അത് തിരിച്ച് ഓഫാക്കാനായിട്ട് ബ്രേക്ക് പ്രസ് ചെയ്തതിന് ശേഷം താഴത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിക്കേഷൻ പോകും, ഹാൻഡ് ബ്രേക്ക് ഡിസേബിൾ ആവും. അടുത്തത് ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിൽ തന്നെയായിരിക്കും വെഹിക്കിൾ കിടക്കുക ഇതുപോലെ. അന്നേരം ഒന്നെങ്കിൽ നമ്മൾ ഡ്രൈവിൽ തന്നെ ഇട്ടിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കണം. അതിന് പകരം ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഈ ഓട്ടോ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്ന
വാണിംഗ് എനേബിൾ ആവും. അതിനുശേഷം നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. ഇപ്പം ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, വെഹിക്കിൾ താനേ നിൽക്കുന്നുണ്ട്. ഓക്കെ, അറിയാം. ഞാൻ ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല, ബ്രേക്ക് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് മാറ്റാനായിട്ട് തിരിച്ച് വീണ്ടും ബ്രേക്ക് പ്രസ് ചെയ്യുക. ബ്രേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഓട്ടോ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. ഗിയർ നോബിന് മുമ്പിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ യൂഷ്വലി വെക്കാനായിട്ട് പറ്റുന്നൊരു സ്പേസ് ആണ്. കാരണം അതിനോട് ചേർന്ന് തന്നെ 2 ചാർജിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു സി ടൈപ്പ് ഫ്ലാഷ് ചാർജിങ്ങും ഒരു 12 വോൾട്ട് സോക്കറ്റ് ചാർജിങ്ങും ആണ് അവൈലബിൾ. 12 വോൾട്ട് സോക്കറ്റ് ചാർജിങ് സോക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഒരു USB പോർട്ടും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡും. നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ആ ഡ്രൈവ് മോഡ് മാറുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ സ്പോർട്ട് മോഡിലോട്ട് വന്നു, എക്കോ മോഡിലോട്ട് വന്നു, നോർമൽ മോഡിലോട്ട് വന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാം 2 മോഡുണ്ട്, ഡ്രൈവും ട്രാക്ഷനും. അത് തമ്മിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വിൻഡോ ഒന്ന് മാറ്റുവാണ്. ഓക്കെ, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാക്ഷൻ മോഡിലോട്ട് മാറി. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തു, ഡ്രൈവ് മോഡിലോട്ട് മാറി. വീണ്ടും പ്രസ് ചെയ്തു, ട്രാക്ഷൻ മോഡിലോട്ട് മാറി. ട്രാക്ഷൻ മോഡിലും നമുക്ക് 3 മോഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡ്രൈവ് മോഡിലാണ്. ട്രാക്ഷൻ മോഡിലിട്ടിട്ട് ഈ കീ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്നോ, മഡ്, സാൻഡ്, ഇങ്ങനെ 3 മോഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഡ്രൈവ് മോഡ്, എക്കോ, സ്പോർട്ട്, നോർമൽ. വെഹിക്കിൾ സ്റ്റാർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോർമൽ മോഡിലായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. വെഹിക്കിളിൻ്റെ ടയർ പ്രഷറും ഇതിൽ കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിച്ചു തരുന്നുണ്ട്. അത് റണ്ണിങ് ടൈമിലേ സെൻസ് ചെയ്യത്തുള്ളൂ. നമുക്ക് നോർമലി വെഹിക്കിളിലെല്ലാം വേണ്ടത് 34 ആണ് ടയർ പ്രഷർ വേണ്ടത്. ഇതാണ് വെഹിക്കിളിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് വരുന്നത്. ഇത് ഞാൻ വൈഡ് ആംഗിളിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ഫീൽ വരുന്നത്. സിംഗിൾ സൂമിങ്ങിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ നമുക്ക് കൂൾഡ് ഗ്ലൗ ബോക്സ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ചെറിയ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലൗ ബോക്സിൽ വെച്ചാൽ ആ ഒരു കൂളിങ്ങും ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു കൂളിംഗ് അതിന് കിട്ടുന്നതാണ്. പനോരമിക് സൺറൂഫ് നമുക്ക് എസ് ഓപ്ഷൻ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഒത്തിരി വെയിലോ കാര്യങ്ങളോ ഇല്ലാത്ത സമയത്ത് ഈ ഷെയ്ഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ട് വെഹിക്കിളിൽ ട്രാവൽ ചെയ്യാൻ നല്ലൊരു രസകരമായിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് ഇതുപോലെ ഗ്ലാസ് ഓപ്പൺ ആക്കാതെ ഷെയ്ഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ട് പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു എക്സ്പീരിയൻസ് ആണ്. റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ റൂഫ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഇൻഡിവിജ്വലി നമുക്ക് ആ ലാമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഓൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ അവൈലബിൾ ആണ്. ഇതാണ് ക്രെറ്റ എസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, എൻജിൻ റൂം. അതിൻ്റെ എൻജിനാണിത്. 1.5 ലിറ്റർ 16 വാൽ CRDI 4 സിലിണ്ടർ എൻജിനാണ് വരുന്നത്. 253 Nm ടോർക്കും 115 PS പവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെറ്റയ്ക്ക് ഹ്യുണ്ടായി കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടിയാണ്. അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വാറണ്ടിക്ക് പുറമെ തേയ്മാനം സംഭവിക്കുന്ന പാർട്സിനൊക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് പാക്കേജും, അതുകൂടാതെ നമ്മുടെ സർവീസ് പാക്കേജും മെയിൻ്റനൻസ് പാക്കേജും ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് എന്നല്ല എല്ലാ വെഹിക്കിൾസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വെഹിക്കിളിൽ സംസാരിച്ച ഫീച്ചേഴ്സിന് പുറമെ നമുക്ക് ഈ വെഹിക്കിളിൽ പല രീതിയിലും കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ അവൈലബിൾ ആണ്.
ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഈ വെഹിക്കിളിൽ 360 ക്യാമറ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പെയിൻ പ്രൊട്ടക്ഷനായിട്ട് PPF പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം, അതായത് അതുപോലെ ഗ്രാഫൈൻ കോട്ടിങ്, സെറാമിക് കോട്ടിങ് തുടങ്ങിയ എല്ലാം നമുക്ക് ഡീലർഷിപ്പുകളിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വെഹിക്കിളിൻ്റെ ബ്യൂട്ടിഫിക്കേഷനായിട്ട് ക്രോം ഇൻസേർട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന അഡീഷണൽ വരുന്ന അണ്ടർ ബോഡി കോട്ടിങ്, ഫ്ലോർ ലാമിനേഷൻസ്, ഡ്യുവൽ ലെയർ മാറ്റ്, അങ്ങനെയുള്ള ജെനുവിൻ ഐറ്റംസ് എല്ലാം നമുക്ക് കസ്റ്റം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വെഹിക്കിൾ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ അവൈലബിൾ ആണ്. ഓവറോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന എന്നാൽ ഒരുപാട് കോസ്റ്റ്ലി അല്ലാത്തൊരു മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ് ക്രെറ്റയുടെ S ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. അത് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്. ഇനി അത് കൂടാതെ നമ്മുടെ ക്രെറ്റയുടെ ഒരു സ്പെഷ്യൽ എഡിഷനായ നൈറ്റ് എഡിഷൻ വേരിയൻറ്റിലും ഈ സെയിം വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഇതിനും പുറമെ ഹ്യുണ്ടായി ഈ മാസം ക്രെറ്റയിൽ തന്നെ പുതിയ 2 വേരിയൻറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. EX ഓപ്ഷനും പിന്നെ പ്രീമിയം SX പ്രീമിയം എന്ന് പറയുന്നൊരു വേരിയൻറ്റും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരുടെ ഇൻഫോലൈൻ, അവരുടെ ഒരു കോൺടാക്ട് നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രൈസിങ് അതുപോലെ അതിൻ്റെ വിവരങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ പോപ്പുലർ ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിലെല്ലാം ഇയർ ബാഗ് വെഹിക്കിൾസിനായിട്ട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, മാജിക്കൽ മാർച്ച് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഇതിൽ സ്റ്റോക്ക് കിടക്കുന്ന ഇയർ ബാഗ് 2024 മോഡൽ മാനുഫാക്ചറിങ് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസിനെല്ലാം അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻഫോലൈനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിൽ വാട്സപ്പും അവൈലബിൾ ആണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, ഇഷ്ടപ്പെട്ട കളറ് അവരുടെ സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്, അത് തീരുന്നത് വരെ നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. ക്രെറ്റ മാത്രമല്ല, എക്സ്റ്റർ, ഗ്രാൻഡ് ഐറ്റം, നിയോസ്, i20, വെന്യൂ തുടങ്ങിയ വെഹിക്കിൾസ് എല്ലാം സ്റ്റോക്ക് നിലവിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് എന്നാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഓഫറും ഈ പറയുന്ന സ്റ്റോക്കും തീരുന്നതിന് മുമ്പ് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ഓഫറിൽ തന്നെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക.